നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങളിൽ കാണുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആണുങ്ങളിൽ കാണുന്ന സ്തനവളർച്ച, ഇതിന് ഗൈനോക്കോമാസ്റ്റിയ അഥവാ മാൻ ബൂബ്സ് എന്നും പറയാറുണ്ട്. അത് അല്ലാതെ കോമൺ ആയിട്ട് ഗൈനോ എന്നും കൂടെ പറയാറുണ്ട്. ഈ ഒരു അവസ്ഥ വളരെ കോമൺ ആണെങ്കിലും ഇത് പല ആൾക്കാർക്ക്, എസ്പെഷ്യലി ബോഡി ബിൽഡേഴ്സിന് ഇതൊരു ചിലപ്പം ഒരു ബുദ്ധിമുട്ടായിട്ട് കൂടുതലായിട്ട് തോന്നിക്കാം. എസ്പെഷ്യലി അവർക്കൊരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാക്കാം, അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് ഈവനെ ഇത് ബാധിക്കാം. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആശിഷ് ശശിധരൻ, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. എൻ്റെ കൂടെ ഡോക്ടർ സുമയ്യ അബ്ദുൽ കലാം, കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അതേപോലെ നമ്മുടെ റെപ്യൂട്ടഡ് ബോഡി ബിൽഡർ, കൊച്ചിയിൽ അറിയപ്പെടുന്ന മിസ്റ്റർ ഡുഡു ആൻ്റണി കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ഡോക്ടർ സുമയ്യ, എന്താണ് ഗൈനക്കോമാസ്റ്റിയ? താങ്ക് യു സർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുമ്പോൾ നമ്മളത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന സ്തനവളർച്ച, അതാണ് ഗൈനക്കോമാസ്റ്റിയ. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇപ്പം പുരുഷന്മാരുടെ ശരീരത്തിലുള്ള ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്ററോൺ, അതുപോലെ സ്ത്രീകളുടെ ഹോർമോൺ ആണ് ഈസ്ട്രജൻ. അപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിലും ചെറിയൊരളവിൽ ഈസ്ട്രജൻ ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും തമ്മിലുള്ളൊരു ബാലൻസ് ഉണ്ട്. ഈ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടുമ്പോഴാണ് ഒന്നുകിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയോ, ആ റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് പലപ്പോഴും ഈ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് പുരുഷന്മാരിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബ്രോഡായിട്ട് പറയണമെങ്കിൽ ഇത് നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടും ഉണ്ടാവാം, പെത്തോളജിക്കലായിട്ടും ഉണ്ടാവും. ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്യൂബർട്ടി, അതായത് കൗമാരപ്രായത്തിൽ എത്തുന്ന ആൺകുട്ടികൾക്ക് പലപ്പോഴും 13-14 ഇയേഴ്സ് ആകുമ്പോൾ ഒരു 50-60% ഉള്ള കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാകാം. ബട്ട് ഒരു 2 വർഷത്തിലൊക്കെ അത് തനിയെ മാറിപ്പോകാറുണ്ട്. മാറിപ്പോയില്ലെങ്കിൽ നമ്മളത് ഫെർദറായിട്ട് മാനേജ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെയുള്ളത് പെത്തോളജിക്കൽ കോസസ് ആണ് ശരിക്കും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തത്. അതായത് പലപ്പോഴും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി, ഇപ്പോൾ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള അസുഖങ്ങൾ ഉണ്ടാവാം, ടെസ്റ്റോസ്റ്ററോൺ മര്യാദയ്ക്ക് പ്രവർത്തനം ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, അവിടെ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയാണ്. അതുപോലത്തെ അസുഖങ്ങൾ, അല്ലെങ്കിൽ റെയറായിട്ട് ചില ട്യൂമേഴ്സ്, എസ്പെഷ്യലി നമ്മൾ വയസ്സായ ആൾക്കാരിൽ മിസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ചിലതരം ലിവർ ട്യൂമേഴ്സ്, ഈ ടെസ്റ്റിസിൻ്റെ ചില ട്യൂമേഴ്സ്, ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഡിസ്ജോമിനോമ പോലത്തെ ട്യൂമേഴ്സ് ഒക്കെ റെയർ ആണ് എങ്കിലും ആ വക കോസുകൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വയസ്സായ ആൾക്കാർക്ക് അത് സാധാരണമായിട്ടും കാണാറുണ്ടല്ലോ? യെസ്, സാധാരണമായിട്ടും കാണാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ അഡിപ്പോസിറ്റി, അതായത് നമ്മുടെ കൊഴുപ്പ്, എസ്പെഷ്യലി വയറിലെ കൊഴുപ്പ്, ഈ കൊഴുപ്പിൽ ഈ അരോമറ്റേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈമാണ് ടെസ്റ്റോസ്റ്ററോണെ ഈസ്ട്രജനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രായമാകും തോറും ആ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഈസ്ട്രജൻ കൺവേർഷനും കൂടുന്നു. സോ ഫിസിയോളജിക്കലായിട്ടും പ്രായമായവരിൽ ഗൈനക്കോമാസ്റ്റിയ കാണാം. ബട്ട് അത് കൺഫേം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേറെ കോസ് ഒന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം. അതേപോലെ ഒരു കണ്ടീഷനാണ് ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർ. അതിലും ഇതേപോലത്തെ ഒരു പ്രശ്നമാണോ? യെസ്, എസ്പെഷ്യലി ആൽക്കഹോൾ റിലേറ്റഡ് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഗൈനക്കോമാസ്റ്റിയ ഒരു കമ്പോണൻ്റായി വരാറുണ്ട്. ബിക്കോസ് അവരിലെ ടെസ്റ്റോസ്റ്ററോൺ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും അവർക്ക് ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രിക്കേഴ്സേഴ്സ്, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്നതിന് മുന്നേ ആ പാത്വേയിലുള്ള ബാക്കിയുള്ള ഹോർമോൺസിൻ്റെ അളവ് കൂടും. അതുകൊണ്ട് അളവ് കുറയാം. കൂടുന്നത് കാരണം എന്ത് പറ്റും? ഈസ്ട്രജൻ കൺവേർഷൻ, ഈസ്ട്രജനിലേക്ക് ഇവർ കൺവേർട്ട് ആവും. അപ്പോൾ അത് ബ്രസ്റ്റിൽ ആക്ട് ചെയ്ത് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കും. അപ്പോൾ ലിവർ ഡിസീസ് ഡെഫിനറ്റ്ലി ഒരു കോസാണ്. അതുപോലെ തന്നെ റീനൽ കിഡ്നി ഫെയിലിയർ ഉള്ള പല പേഷ്യൻസിലും നമ്മൾ ഇതേ റീസൺസ് കാരണം തന്നെ, അതായത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉള്ള ഇപ്പം കിഡ്നീസ് ഫെയിൽ ടു എക്സ്ക്രീറ്റ്, അപ്പം ഉള്ള ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജനിലേക്ക് കൺവേർട്ട് ആയിട്ട് അങ്ങനെയും വരാറുണ്ട്. പിന്നീട് പറഞ്ഞ പോലെ ട്യൂമർ റിലേറ്റഡ് കോസസ് ആണ് നമ്മൾ മെയിനായിട്ടും റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇതല്ലാതെ എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന അതുകൊണ്ടും ഇതേപോലെ ഗൈനക്കോമാസ്റ്റിയ വരാമോ? യെസ് സർ, ഡെഫിനറ്റ്ലി മെഡിസിൻസ് ഒരു ബിഗ് പാർട്ടാണ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദ കോസ് ആയിട്ട് പറയാറുണ്ട് മെഡിസിൻസിനെ. അപ്പം പലതരം മെഡിക്കേഷൻസ് ഓൺ ലോങ് ടേം യൂസേജ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഇത് തന്നെയാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നുകിൽ ഈസ്ട്രജൻ്റെ ലെവൽ കൂട്ടും, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയ്ക്കും. അങ്ങനെയാണ് മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് പലതരം സപ്ലിമെൻറ്റ്സും ആ
ആർ നോൺ ടു കോസ്. തീർച്ചയായും ബോഡി ബിൽഡേഴ്സ് ഈ സപ്ലിമെൻറ്റ്സ് ന്യൂട്രീഷൻസ് ഒക്കെ വളരെയധികം കൂടുതൽ എടുക്കാറുണ്ട്. അപ്പം ഡുഡു എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ബോഡി ബിൽഡേഴ്സിന്? സാറിപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ അതിൽ ലൈക്ക് സപ്ലിമെൻറ്റ്സ് ആസ് വെൽ എസ് ഫുഡിൻ്റെ കാര്യം ചോദിച്ചു. സോ മാമിനോട് ചോദിക്കാനുള്ളത്, ഐ ഹാവ് ഹേർഡ് ദാറ്റ് നമ്മൾ സോയ ചങ്ക്സ്, അപ്പോൾ ആളുകൾ പ്രോട്ടീന് വേണ്ടി, ബട്ട് ദറ്റ്സ് സെയിങ് ദാറ്റ് സോയ ചങ്ക്സ് കോസസ് ദാറ്റ് ഈസ്ട്രജൻ ലെവൽ റൈസസ്. സോ ഇസ് ദാറ്റ് ട്രൂ ഓർ? Yeah, that soya chunks actually they are phytoestrogens. So phytoestrogen എന്ന് പറയുമ്പോൾ അവർക്ക് ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റി, ഈസ്ട്രജനെ പോലെ ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പം വെദർ ദേ ക്യാൻ കോസ് ഗൈനക്കോമാസ്റ്റിയ ഇൻ എ പേഷ്യൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ്. അതായത് ഓരോ പേഷ്യൻറ്റിൻ്റെയും ബോഡി ഹാബിറ്റസ് ഡിഫറെൻ്റ് ആണ്. അവരിലുള്ള ഈസ്ട്രജൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതായത് ഈസ്ട്രജൻ ഒരാളിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ റിസെപ്റ്റേഴ്സ് വേണം, റിസെപ്റ്റേഴ്സ് കോശങ്ങളിൽ വേണം. അപ്പോൾ ആ കോശങ്ങളിൽ എത്രത്തോളം ഇത് ആക്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഉണ്ടാവുന്നത്. അപ്പം 2 ഡിഫറെൻറ്റ് ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകാം, വേറൊരാൾക്ക് ഉണ്ടാകണം എന്നില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ്. സോ ഡുഡു, ഈ ബോഡി ബിൽഡിങ്ങിന് വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങളെ എക്സസൈസ് അല്ലാതെ സപ്ലിമെൻറ്റ്സും ന്യൂട്രീഷനും അഡ്വൈസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് പറയാൻ പറ്റുമോ? അതെങ്ങനെ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഈ ബോഡി ബിൽഡേഴ്സിന് ഗൈനക്കോമാസ്റ്റിയ ഒരു പ്രശ്നമാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. യെസ്, ബോഡി ബിൽഡേഴ്സിന് ഗൈനക്കോമാസ്റ്റിയ വളരെ ഒരു പ്രോബ്ലമാണ്. ബിക്കോസ് ബോഡി ബിൽഡിംഗ് ആസ് വി നോ ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ബോഡി. സോ ഗൈനക്കോമാസ്റ്റിയ വന്നു കഴിഞ്ഞാൽ when you step on the stage or competition or in general കേസിലാണെങ്കിൽ തന്നെയും if you having the gynecomastia, then you are lacking that confidence. Now when you go to the stage, what happens is that they give you negative marks. Like even if you have a good overall physique good ആയിരിക്കും, but if you have the gynecomastia, then losing that the points, you're losing that. So bodybuilders, yes, it's increasing actually. The gynecomastia, like every year that gynecomastia increase ചെയ്യാണ്. ലൈക്ക് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ലൈക്ക് യെസ്, അത് അബ്യൂസ്, ഒബ്വിയസ്ലി ദ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് അബ്യൂസ് ഓഫ് സ്റ്റെറോയിഡ്സ് തന്നെയാണ്. like steroids anabolic steroids. Yes, it's anabolic steroids, anabolic androgenic steroids. Particularly, like we know that steroids are 3 classes of steroids we know, like testosterone base, DHT base, then nandrolone. Like particularly these DHT base as well as the nandrolone, they don't cause that much. DHT particularly they don't cause, but nandrolone a little bit. But testosterone base ആയിട്ടുള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്കത് ടെസ്റ്റോസ്റ്റെറോൺ ലൈക്ക് ടെസ്റ്റ് പ്രൊപ്പനേറ്റ്, ടെസ്റ്റ് എനാന്തേറ്റ്, ടെസ്റ്റ് ഇപ്യൂനൈറ്റ്, ഇങ്ങനെ ടെസ്റ്റോസ്റ്റെറോൺ ബേസ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഡുഡു പറഞ്ഞില്ലേ ഇതൊരു അബ്യൂസ് ആയിട്ടാകുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരാൾ സ്വന്തമായിട്ടാണോ എടുക്കുന്നത് അതോ ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്തിട്ടാണോ? ദ പ്രോബ്ലം ഈസ് നമ്മൾ ടെസ്റ്റോസ്റ്റെറോൺ യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിനെല്ലാം ക്ലിനിക്കൽ സ്റ്റഡീസ് ഉണ്ട്. ബട്ട് ദ ക്ലിനിക്കൽ സ്റ്റഡി ഇത് ഫോർ പേഷ്യൻസ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരുന്നവർക്ക് അതിനുള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ബോഡി ബിൽഡർ, ദേ ഡോണ്ട് നോ വാട്ട് ദ ആക്ച്വൽ ഡോസേജ് ഈസ്. ഓക്കെ, സോ വാട്ട് ദേ ടെൻ ടു ഡു ഈസ് ദാറ്റ് അസ് ഈച്ച് ഇയർ പ്രോഗ്രസ് ഇവർ ഇതിൻ്റെ ഡോസേജ് കൂട്ടിക്കൊണ്ടുവരും. ലൈക്ക് ഈച്ച് ഇയർ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇവരുടെ ബോഡി വെയിറ്റ് കൂടുന്നു, മസിൽ മാസ് കൂടുന്നു, ഇതിനനുസരിച്ച് ഡോസേജ് കൂട്ടിക്കൊണ്ടുവരും. ബട്ട് ആക്ച്വലി ഇഫ് ലൈക്ക് ഞാൻ പറയുകയാണെന്ന് ഇപ്പോൾ ഡോക്ടറിനെ പോലെ ഒരാളുടെ ഗൈഡൻസിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ. ലൈക്ക് അപ്പോൾ ഡോക്ടർ സുമയ്യ, എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ അനാബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്, ഓർ ഹൗ യു ക്യാൻ ഹെൽപ്പ് ദ ബോഡി ബിൽഡേഴ്സ് ടു, ഒരു അഡ്വൈസിൻ്റെ രീതി വാട്ട് യു ക്യാൻ സജസ്റ്റ്? യെസ് സർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബേസ് ലൈൻ, ഇപ്പം ഒരു ബോഡി എന്താ പറയുക, ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ബേസിക്കലി നമുക്ക് എന്തായാലും വി നീഡ് ടു നോ. അപ്പോൾ പിന്നെ another thing is how long they are planning to use it, the duration of use, because anabolic steroids എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു എക്സ്റ്റേണൽ സോഴ്സാണ്, നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് നോർമലായിട്ട് ഒരു നാച്ചുറൽ നമുക്കൊരു ആക്സസ് ഉണ്ട്. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഹൈപ്പോതലാമസ് ഗ്രന്ഥി, അതിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അത് കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റിക്കുലർ. അപ്പം പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന 2 ഹോർമോൺസ് ആണ് LH ആൻഡ് FSH. അപ്പോൾ ഈ FSH ഹെൽപ്സ് ഇൻ ടെസ്റ്റിക്കുലർ ഗ്രോത്ത്, ടെസ്റ്റിസിൻ്റെ ഗ്രോത്തിനും ഫംഗ്ഷനെയും, സ്പെർമറ്റോജനസിസ്, സ്പേംസ് ഉണ്ടാകുന്നത് ഹെൽപ്പ് ചെയ്യും. LH ഹെൽപ്സ് ഇൻ ടെസ്റ്റോസ്റ്ററോൺ ഫോർമേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോൾ ബേസിക്കലി അത് LH FSHനെ കുറയ്ക്കും. അതാണ് നോർമൽ മെക്കാനിസം. അപ്പം നമ്മൾ എക്സ്റ്റേണലി ഒരു ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുമ്പോൾ അത് ഈ നമ്മുടെ നാച്ചുറലി ഉണ്ടാകുന്ന LHനെയും FSHനെയും കുറയ്ക്കുമ്പോൾ എന്താ, ഇൻറ്റേർണലി അകത്തുണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ കുറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് സ്പെർമറ്റോജനസിസിനെ അത് എഫക്റ്റ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ലോങ് ടേം യൂസേജ്, ലോങ് ടേം നമുക്ക് ഇൻഫെർട്ടിലിറ്റി, ലോസ് ഓഫ് ലിബിഡോ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഗൈനക്കോമാസ്റ്റിയം പലപ്പോഴും വരുന്നത്.
കേസസ് നമ്മുടെ ഈ ടെസ്റ്റിക്കിൾസ് ലൈക്ക് നിങ്ങളുടെ ലേഡിക് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ബോഡി ബിൽഡേഴ്സ്. ടെസ്റ്റിസിന്റെ സൈസ് കുറയാം. സോ അപ്പം ഇത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റമായി ഉണ്ടാകുമ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? യെസ്, യൂഷ്വലി ഫസ്റ്റ് തിങ് വാട്ട് വി ഡു, ഇപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഡ്രഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളൊരു വിൻഡോ പീരീഡ് കൊടുക്കും. യൂഷ്വലി 6 months to 1 year വി ലുക്ക് ഫോർ വെദർ ഇറ്റ് ഇസ് റിവേഴ്സ് ആവുന്നുണ്ടോ. യൂഷ്വലി ബോഡി തന്നെ ആക്സിസ് തന്നെ റിക്കവർ ആകാൻ നോക്കും. ബട്ട് ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ എത്രത്തോളം ഡോസ് എടുത്തു, എത്രത്തോളം ഡ്യൂറേഷൻ എടുത്തു. ബിക്കോസ് പല ടെസ്റ്റോസ്റ്ററോൺ എസ്റ്റേഴ്സ്, അതൊരു എസ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കുറേ നാൾ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്ത് ദേ ക്യാൻ കണ്ടിന്യൂ ടു ഹാവ് ദി ഇഫക്ട്സ്. അപ്പം ദ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്യൂറേഷൻ ആസ് വെൽ ആസ് ദ ഡോസ് വിച്ച് ഇസ് taken. അപ്പോൾ if many cases we have seen cases years എടുത്തിട്ടും ആക്സസ് റിക്കവർ ആവാത്ത കേസസും നമ്മൾ കാണാറുണ്ട്. അപ്പം തനിയെ റിക്കവർ ആകുന്നത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നമുക്ക് തനിയെ ആക്സസ് റിക്കവറായി പിന്നെ ദേ വിൽ ഗ്രാജ്വലി നോർമലൈസ് ആവും. പക്ഷെ റിക്കവർ ആകാത്ത കേസസിൽ നമുക്ക് പിന്നീട് അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരാറുണ്ട് അലോങ് വിത്ത് HCG. അതായത് HCG എന്ന് പറയുന്നത് LH പകരം LH പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പം വിത്ത് ഓർ വിത്തൗട്ട് HCG നമുക്ക് അത് കൊടുക്കാം. ഗൈനക്കോമാസ്റ്റിയ നമുക്ക് വണ്ണമുള്ള ആൾക്കാർക്കും കാണാറുണ്ടോ, ഒബീസിറ്റി? അപ്പം അതെങ്ങനെ നമ്മളൊരു ഗൈനക്കോമാസ്റ്റിയും പിന്നെ വണ്ണമുള്ള ആൾക്കാർക്ക് ഫാറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പം ഹൗ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ത്രൂ ലൈക്ക്? യെസ്, അപ്പോൾ നമ്മൾ ഒന്ന് സിംറ്റംസ്, വേറൊന്ന് നമ്മൾ പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ യൂഷ്വലി ഫാറ്റ് ഡെപ്പോസിഷൻ ആണെങ്കിൽ പേഷ്യൻ്റ് ഒബീസ് ആയിരിക്കും. പിന്നെ ഇത് ബൈലാറ്ററൽ, രണ്ട് സൈഡിലും ഉണ്ടാവും. ഫാറ്റ് ഡെപ്പോസിഷൻ ഒരു സൈഡിൽ മാത്രമായിട്ട് യൂഷ്വലി വരാറില്ല. ആൻഡ് പെയിൻ ഉണ്ടാവില്ല. ബട്ട് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മാമറി ഗ്ലാൻഡിൻ്റെ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ടിഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാവും. എസ്പെഷ്യലി ഫസ്റ്റ് 6 months to 1 year പെയിൻ അസോസിയേറ്റഡ് ആയിരിക്കാം. ആൻഡ് ഈവൻ ഒരു സൈഡിൽ മാത്രമായിട്ടും നമുക്ക് ഗൈനക്കോമാസ്റ്റിയ കാണാം. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മളൊരു പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഫീല് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫാറ്റ് ആണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും, അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ബോർഡേഴ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ ബ്രസ്റ്റ് ടിഷ്യൂ ഡെഫിനറ്റ്ലി ഒരു റബ്ബറി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യും. നിപ്പിളിൻ്റെ അടിയിൽ അതൊരു ഡെഫിനറ്റ് ബോർഡേഴ്സും ഉണ്ടാവും. ആൻഡ് സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ജിമ്മിൽ വരുമ്പോൾ അതിൽ ഈവൻ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാർക്കും സംടൈംസ് അവർക്കത് നമ്മൾ പറയുന്നത് ഈ ഗൈനോ, സ്യൂഡോ ഗൈനോ എന്ന് പറയുന്നത്. സോ ദേ തിങ്ക് ഇറ്റ്സ് എ ഗൈനോ, ബട്ട് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഇസ് ഫാറ്റ് ആക്ച്വലി. സോ അങ്ങനെയുള്ളൊരു കേസിൽ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഡയറ്റും എക്സസൈസും. സോ ദാറ്റ് തിങ് നിങ്ങൾക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്. ഓക്കെ, but even if your body fat is reducing and still you are having that, then that means it's obviously. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബോഡി ബിൽഡർ നമ്മുടെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് സർജിക്കലി വരുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ഫാറ്റ് മോസ്റ്റ്ലി, ദേ ഹാവ് വെൽ ഡിഫൈൻഡ് മസിൽ. അവിടെ ജസ്റ്റ് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി എ ഗ്ലാൻഡ്. അതൊരു ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് ആകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആവശ്യപ്പെടുന്നുള്ളൂ. ഇതല്ലാതെ ഇപ്പം എന്തെങ്കിലും ഈ ഒരു ബോഡി ബിൽഡേഴ്സിൽ ഗൈനക്കോമാസ്റ്റിയ കൊണ്ട് സൈക്കോളജിക്കലി ഓർ എങ്ങനെയാണ് അത് അവരുടെ എഫക്റ്റ് ചെയ്യുന്നത്? ലൈക്ക് ദ തിങ് ഈസ് സൈക്കോളജിക്കലി അവർ എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് അവർ ലൈക്ക് യുനോ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോസ് ഓർ ദ സ്റ്റേജ് ഫോട്ടോസ് ഡെഫിനറ്റ്ലി അത് എഫക്റ്റ് ചെയ്യും. ദെൻ ഇൻ പർട്ടിക്കുലർ ഇൻ ഫ്യൂച്ചർ ഓൾസോ ലൈക്ക് ഇവർ ഇത് സോൾവ് ചെയ്യാതെ ഇൻ ഫ്യൂച്ചറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് ദേ വാണ്ട് ടു കമ്പീറ്റ് ദെൻ അഗെയിൻ ദേ ഹാവ് ടു ടേക്ക് ദ ടെസ്റ്റോസ്റ്ററോൺ. നൗ മോർ ആൻഡ് മോർ ടെസ്റ്റോസ്റ്ററോൺ ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു estrogen. So that again is create problem. So if അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ലൈക്ക് നമ്മൾ കോണ്ടസ്ട്രോപ്പിനൊക്കെ വേണ്ടിയിട്ട് ഒരാളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ അറ്റ് ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് സംടൈംസ് ലൈക്ക് me as well as like we are training under the guidance of some international trainers also. അവർ ബേസിക്കലി ഫസ്റ്റിൽ തന്നെ എന്തെങ്കിലും ഒരു ആൻറ്റി ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് മെമ്പർ അരോമറ്റൈസേഷൻസോ അരോമറ്റൈസ് ഇൻഹിബിറ്റർ എന്തെങ്കിലും ലൈക്ക് ദെൻ ഒരു സെർംസ് സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് അതും എന്തെങ്കിലും ഇഫ് യു ആർ യൂസിങ് ടെസ്റ്റോസ്റ്ററോൺ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു സൈക്കിളിൽ അത് അവർ ഇടും. ലൈക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡോസേജിൽ വെച്ചിട്ട് ഇടും. സോ ആസ് എ പ്രിക്കോഷൻ. ബട്ട് സംടൈംസ് ഈവൻ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് അതിനെ ഓവർകം ചെയ്തു പോകാം. ആ ഒരു ഹൈ ഡോസേജിലായിരിക്കും ഇവർ എടുക്കുന്നത്. സോ other thing for awareness and for the listeners, like is supplements enhancement drugs, how it is different and how you advise to the person coming for training to improve the strength and all.
സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ദെൻ ക്രിയാറ്റിൻ, വൈറ്റമിൻ D3, മഗ്നീഷ്യം, ഇങ്ങനത്തെ ആയിരിക്കാം, ഫിഷ് ഓയിൽ ഇങ്ങനത്തെ ആയിരിക്കാം. ഇൻ ജനറൽ കേസസ് ഇതൊന്നും അത്ര ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാറില്ല. ബട്ട് ഒരാൾ ട്രെയിൻ ചെയ്യുമ്പോൾ ലൈക്ക് ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് വരുമ്പോൾ ഹി സ്ട്രെങ്ത് ഇൻക്രീസസ്. സോ ഡെഫിനറ്റ്ലി ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടും, വിച്ച് ഈസ് ഗുഡ് അപ് ടു എ ലിമിറ്റ് ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഡോക്ടർ സുമയ്യ, ലൈക്ക് പല ആൾക്കാരും ഈ ഗൈനക്കോമാസ്റ്റിയ ഉള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്നതാണ് വേ പ്രോട്ടീൻ കഴിച്ചാൽ ഗൈനക്കോമാസ്റ്റിയ വരുമോ? അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വേ പ്രോട്ടീനിൽ ഒരു നമ്മൾ സയൻറ്റിഫിക് ബേസിസിൽ നോക്കുമ്പോൾ ഇല്ല. ബിക്കോസ് അതെവിടെയും തന്നെ ഒരു ഈസ്ട്രജൻ അരോമറ്റൈസിനെ കൂട്ടുവോ, അരോമറ്റൈസ് എൻസൈമിനെ കൂട്ടുവോ, ഈസ്ട്രജൻ പ്രൊഡക്ഷനായിട്ട് വരുവോ ചെയ്യുന്നില്ല. സോ വേ പ്രോട്ടീൻ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഗൈനക്കോമാസ്റ്റിയ ബേസിസിലില്ല. അതിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ വേ പ്രോട്ടീൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ടേക്ക് എ ട്രസ്റ്റഡ് ബ്രാൻഡ്. ലൈക്ക് നമ്മുടെ ഇവിടെ വരുന്ന വേ പ്രോട്ടീനിൽ ഓൾമോസ്റ്റ് 80% ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുന്ന വേ പ്രോട്ടീനിൽ പർട്ടിക്കുലർലി ഫോർ ബോഡി ബിൽഡേഴ്സ് വെൻ ദേ ഗേവ് ഇറ്റ് ദേ ആഡ് സം സോർട്ട് ഓഫ് മേ ബി പ്രോ ഹോർമോൺസ് അതിൻ്റെ അത് ആഡ് ചെയ്യും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് അറിയാതെ ഇത് കൺസ്യൂം ചെയ്യുമ്പോഴാണ്. സോ ഇഫ് യു ആർ ടേക്കിംഗ് വേ പ്രോട്ടീൻ ടേക്ക് ഇറ്റ് ഫ്രം എ ജെനുവിൻ ബ്രാൻഡ്. ജസ്റ്റ് ലൈക്ക് എനിത്തിങ് എൽസ്. ലൈക്ക് നിങ്ങൾ എന്ത് മേടിച്ചാലും അതൊരു ട്രസ്റ്റഡ് ബ്രാൻഡിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. സോ അതുകൊണ്ടാണ് ആ റീസൺ വരുന്നത്. സോ ഇപ്പോൾ ഒരാൾക്കത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അറിയത്തില്ല മേ ബി അത് ആ വേ പ്രോട്ടീൻ ആണോ അതല്ല അതിൻ്റെ അകത്തുള്ള വേറെ എന്തെങ്കിലും കണ്ടൻസ് ആണോ എന്നുള്ളത് അറിയത്തില്ല. സോ ദിസ് പേഴ്സൺ ക്ലെയിംസ് ദ വേ ഫോർ ദാറ്റ്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ദ വേ. അപ്പം സാധാരണ എൻ്റെ അടുത്തൊരു ഗൈനക്കോമാസ്റ്റിയയ്ക്ക് വേണ്ടി ഒരു ചികിത്സിക്കുന്ന ആൾ വരുമ്പം ഡെഫിനറ്റ്ലി ഐ സെൻഡ് ഇറ്റ് ടു യു. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം എന്താണ് വാട്ട് യു ലുക്ക് ഇൻ ടു ദാറ്റ്, ലൈക്ക് എന്തൊക്കെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ച്? യെസ്, സോ ഡെഫിനറ്റ്ലി ഇപ്പം ഫസ്റ്റ് തിങ് ഇസ് ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പം യൂഷ്വലി ഇപ്പം ഞാൻ ഓൺ ദി ഹോൾ പറയാണ്. സോ ഏജ് ഇപ്പോൾ ഒരു പ്യൂബർട്ടൽ ഏജ് ഗ്രൂപ്പ്, അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി പ്യൂബർട്ടൽ, ബട്ട് വി നീഡ് ടു റൂൾ ഔട്ട് എനി അണ്ടർലൈൻ. ഇപ്പം ഈ പലപ്പോഴും ചില ഈ ഹോർമോൺ ഡെഫിഷ്യൻസി, ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ഒക്കെ ആ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് നോക്കും, LH FSH നോക്കും, പിന്നെ ബേസിക് ആയിട്ടുള്ള റീനൽ ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ജസ്റ്റ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് ഓക്കെ. ആൻഡ് നമ്മുടെ ഇത് ബീറ്റ HCG, ദാറ്റ് ഇസ് ജസ്റ്റ് ഒരു ട്യൂമർ മാർക്കറായിട്ട്, അത് ചിലതരം ടെസ്റ്റിക്കുലർ ട്യൂമേഴ്സ് HCG സിക്രീറ്റ്. അപ്പോൾ ഈ HCG ആണ് ഗൈനക്കോമാസ്റ്റിയയുടെ കോസ്. അവിടെ HCG ആണ് അവിടെ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബീറ്റ HCG നോക്കും. ഇൻഡിക്കേറ്റഡ് കേസസിൽ DHEAS എന്ന് പറഞ്ഞ ആ ടെസ്റ്റ് നോക്കും. ബിക്കോസ് അഡ്രീനൽ, അത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോമോണാണ്. സോ അഡ്രീനൽ എന്തെങ്കിലും ട്യൂമേഴ്സ് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഫ് ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇമേജിങ്, അൾട്രാസൗണ്ട്, ബ്രസ്റ്റ്, പിന്നെ അൾട്രാസൗണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിക്കുലർ ട്യൂമർ ഉണ്ടോ എന്തെങ്കിലും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഡൗട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് അൾട്രാസൗണ്ടും കൂടെ എടുക്കാം. അപ്പം പ്യൂബർട്ടൽ കേസസിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇനി ഇഫ് ദേ കം, അതായത് 6 മാസത്തിനുള്ളിൽ പേഷ്യൻ്റ് വരാണെങ്കിൽ മെഡിക്കൽ തെറാപ്പി ഈസ് പോസിബിൾ. അത് നമുക്ക് ടെമോക്സിഫൻ കൊടുക്കാം. ആൻഡ് അപ്പോൾ ഒരു ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ ഗ്രോത്ത് അത് കുറയ്ക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് 2 years 3 years ഹിസ്റ്ററി ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും അത് ഫൈബ്രോസിസ് എന്ന് പറയും, അത് ഗ്ലാൻഡ് ഫൈബ്രോസിസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ടും സർജിക്കൽ തെറപ്പിയാണ് പറ്റുക. പ്രൊവൈഡഡ് പ്യൂബർട്ടൽ കേസസിൽ അപ് ടു 18 years നമ്മൾ യൂഷ്വലി വെയിറ്റ് ചെയ്യും. സോ സാർ വിൽ റൈറ്റ്ലി നോ. അത് നമുക്ക് ബിഫോർ ദാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കറൻസിന് ചാൻസ് കൂടുതൽ, വീണ്ടും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് സർജറി ഇൻ ദോസ് കേസസ്. സോ ആഫ്റ്റർ 18 years വി ക്യാൻ ഗോ ഫോർ സർജിക്കൽ റിഡക്ഷൻ. പിന്നെ അതർ കേസസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓൾ ദി അതർ ഏജ് ഗ്രൂപ്പ്സ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് സെയിം ആയിരിക്കും. എൽഡർലിയിൽ എസ്പെഷ്യലി വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ എനി ട്യൂമേഴ്സ്. അങ്ങനെ കറക്റ്റ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 18 years കഴിഞ്ഞു. എന്നാൽ നമ്മൾ ചില പിള്ളേർക്ക് ലൈക്ക് ചിൽഡ്രൻസിന് വി ഹാവ് സീൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 14 years 15 years ആൻഡ് ഇറ്റ് എഫക്ട്സ് സൈക്കോളജിക്കലി. അത് സൈക്കോളജിക്കലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ മെഡിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട്, മെഡിക്കൽ കോസ്റ്റ് ഒന്നും ഇല്ല, നമുക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈവൻ ട്രൈ ചെയ്തിട്ടും അത് ശരിയാകുന്നില്ലെങ്കിൽ ഫോർ സൈക്കോളജിക്കൽ റീസൺസ് അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ടായിട്ട് പ്രോബബ്ലി വി ക്യാൻ കൺസിഡർ ഇൻ ദാറ്റ് ടൈം ഫോർ എ സർജറി. സർജറി ഡെഫിനറ്റ്ലി ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. മോസ്റ്റ് ഓഫ് ദ ബോഡി ബിൽഡേഴ്സും നമ്മുടെ അടുത്ത് വരുമ്പം അവർ എന്തെങ്കിലും മെഡിസിൻ കൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ ഇല്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പം വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, ലൈക്ക് ഒരു ബോഡി ബിൽഡേഴ്സിന് ഹൗ മച്ച് ഒരു സർജറി കൊണ്ട് എന്തെങ്കിലും അവരുടെ ട്രെയിനിങ് ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് പറയാറുണ്ടോ?
ട്രെയിനിങ് സി ബോഡി ബിൽഡേഴ്സിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ മാം പറഞ്ഞതുപോലെ തന്നെ ഈ ബിഫോർ ഡൂയിങ് എ സൈക്കിൾ ലൈക്ക് യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ സ്റ്റെറോയിഡ് സൈക്കിൾ അതിന് മുൻപ് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ബ്ലഡ് വർക്ക് അനലൈസ് ചെയ്ത് നോക്കും. if they have already have that previous condition. Like ഇനി ബോഡി ബിൽഡേഴ്സ് അപ്പാർട്ട് ഫ്രം ബോഡി ബിൽഡേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന ജനറൽ ആളുകൾ പോലും ബിക്കോസ് ഓഫ് ദീസ് റീസെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ്സ് ആൻഡ് ഓൾ ദേ ഹാവ് എ ഡിക്ലൈൻ ദിസ് ടെസ്റ്റോസ്റ്ററോൺ. സോ ആ ഡിക്ലൈൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജൻ ലെവൽ കൂട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആസ് വെൽ ആസ് ബോഡി ബിൽഡേഴ്സിൽ ഹാപ്പൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദേ ടേക്ക് ദീസ് എക്സോജനസ് പുറമേ നിന്ന് ഇവർ ടെസ്റ്റോസ്റ്ററോൺ എടുക്കുമ്പോൾ ഇൻറ്റേർണൽ ടെസ്റ്റോസ്റ്ററോൺ അവിടെ ലോ ആവും. സോ then if these aromatase enzymes are present, ആ ടെസ്റ്റോസ്റ്ററോൺ എക്സ്ട്രാ ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ ലൈക്ക് അതിനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് പ്രീവിയസ്ലി നിങ്ങൾക്ക് ബ്ലഡ് വർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇൻ കേസ് ഇഫ് ദാറ്റ് ചാൻസ് ഈസ് നോട്ട് ദെയർ, സ്റ്റിൽ ഓൾസോ ഇൻ സൈക്കിൾ there is a temptance to change that. സോ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈനോ അതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗൈനോ ആണ്. ബട്ട് പലരും അത് അന്നേരം മൈൻഡ് ചെയ്തില്ല. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ദെൻ അത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ആൻറ്റി ഈസ്ട്രജൻ ടാബ്ലറ്റ്സോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരും. ദെൻ ദ ഓൺലി പോസിബിലിറ്റി ഫോർ ദം ഈസ് ദ സർജറി. ആൻഡ് എനിക്ക് തോന്നുന്നു അത് പണ്ട് ഇതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ലായിരുന്നു. സോ ദീസ് പീപ്പിൾ വാക്ക് വിത്ത് ദിസ് throughout their life. Now it's not like that. ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആൻഡ് ചെയ്തതിന് ശേഷം വിത്തിൻ 1 year they come back and they do the competition much better.